चीजों का बारे में हम लोग रखने के लिए जा रहा है। ഞാൻ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ ആ വചനം ഞാൻ കേൾക്കും, ഞാൻ അനുസരിക്കും, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. उसका एक्शन भी ऐसा होता है, मैं सीखूंगा, ഞാൻ അത് ആദ്യം പഠിക്കും. अपना सिर पर अपना हाथ को भी रख के हमको ऐसा सिखाते हैं लोगों को, मैं सीखूंगा और मेरा जीवन में ऐसे कार्य करूंगा और एक दूसरे को मैं सिखाऊंगा। ഞാൻ മറ്റുള്ളവരെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. തലയിൽ കൈ വെച്ചിട്ട് ഞാനത് പഠിക്കും, ഞാനത് എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കും, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കും. मैं प्रभु को धन्यवाद करता हूं, ये प्लेटफॉर्म का ओर से हमारे प्रभु का वचन का ओर से जाने के लिए प्रभु हमको अवसर दिया। हमें एक किताब को पढ़ेंगे, हमें दानियल का किताब 12 का उनका 3 में हम लोग पढ़ेंगे। ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. मैं यहाँ पर ऐसा हिंदी में पढ़ता हूँ, आप लोग कोई अपना भाषा में पढ़ेगा तो अच्छा होगा आप लोग का समझने के लिए। यहाँ पर ऐसा है, दानियल का किताब उनका 12 और उनका 3 में ऐसे पढ़ते हैं, तब सिखाने वालों की चमक आकाश मंडल की सी हुई और जो बहुत को धर्मी बनाते हैं वे सर्वदा तारों के समान प्रकाशमान रहेंगे। ദാനിയേലിന്റെ പ്രവചനം അതിന്റെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. हमें ये पढ़ने का मतलब वही है, दानियल का जीवन में जैसे मुसीबतों से उसको गुजरना पड़ा, परमेश्वर का पुत्र यीशु को जैसे माना, वैसे यहाँ पर एक चमत्कार वचन को यहाँ पर लिखता है। ദാനിയേലിന്റെ ജീവിതത്തിൽ താൻ ആമേൻ ദൈവത്തിന്റെ വചനത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇവിടെ ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. यहाँ पर हमें जैसे पढ़ते हैं, तब सिखाने वाले की चमक आकाश मंडल की से होगी। ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. मैं और आप जो बाहर जाके, कल सुबह मुझे पास्टर पीके थॉमसन ने हमको ऐसे चमका दिया मेरे जीवन में, ये आवाज मैं कभी भी नहीं सुना था। काल का बारे में बता रहा हूं। ഇന്നത്തെ കുറിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തോംസൺ പാസ്റ്റർ ഇന്നലെ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ശബ്ദം എന്നെ കേൾപ്പിക്കാനിടയായി. मैं 30 किलोमीटर जाने वाला था, मैं तैयारी हो रहा था और मुझको फोन कॉल आया, तो अभी तक तुम नहीं घर में नहीं गया क्या, बारिश हो रहा है क्या, क्या मुसीबत है, क्यों आप लोग घर में बैठा है बोल के काल पास्टर पीके थॉमसन ने मुझे ऐसा बताया। എന്നോട് പറയുവാനിടയാ, ഞാൻ 30 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യുവാൻ ആരംഭിക്കുകയായിരുന്നു. അത് എന്നോട് പറഞ്ഞു, ഇപ്പോഴും മഴ പെയ്യുകയല്ലേ, നീ ഇതുവരെ വീട്ടിലെത്തിയില്ലേ, മഴയുടെ പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് വീട്ടിലെത്തിയില്ല എന്ന് ചോദിക്കാനിടയാ തീർന്നു. यहाँ हमें जो दानियल 12 का उनका 3 में जो पढ़ते हैं, सिखाने वाले की चमक आकाश की मंडल की से होगी। मतलब ये है, जो सिखाते हैं लोगों को बाहर जाके, कलीसिया में जो सिखाते हैं, उसका चमक आकाश की मंडल के होता है बोल के दानियल यहाँ पर हमको प्रोत्साहित करता है। ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർ ആകാശത്തിലെ പ്രഭ പോലെ പ്രകാശിക്കുമെന്ന് ഇവിടെ തിരുവചനം പറയുന്നു. और दूसरा सेंटेंस ये है, और जो बहुतों को धर्मी बनाते हैं, जो बहुत लोगों को धार्मिक बनाते हैं, वे सर्वदा तारों के समान
प्रकाशमान रहेंगे। രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. ये दो चीज ये यीशु का चलो यूहन्ना ने उसका जीवन में वो लागूकरण किया है, हमें यूहन्ना का किताब में देखने के लिए हमको मिलता है। ഈ രണ്ട് കാര്യവും യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി എന്ന് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. हमें यूहन्ना के बारे में अभी हम लोग देखते हैं, यूहन्ना एक मछुआरी था। യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. उनका डेली रोटी मछली का, ये मछली पकड़ के उनका परिवार को पालन करते थे। അവന് ദിവസമുള്ള കാര്യം എന്ന് ചോദിച്ചാൽ മീൻ പിടിച്ച് വിറ്റ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന വ്യക്തിയായിരുന്നു. उनका कोई भी कार्य नहीं था, उनका कोई भी काम और कुछ भी नहीं था, सिर्फ मछली पकड़ के उनको परिवार को पालन करने वाले थे। തനിക്ക് വേറെ ഒരു ജോലിയും ഇല്ലായിരുന്നു. തന്റെ ജോലി എന്ന് പറഞ്ഞാൽ മീൻ പിടിച്ച് വിറ്റ് ഉപജീവനം കഴിക്കുക എന്നുള്ളതായിരുന്നു തന്റെ പ്രധാന ജോലി. कुछ भक्त लोग बोलते हैं यूहन्ना का भाई याकूब और पतरस उनका भाई लोग है बोल के। അവന്റെ സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, യാക്കോബ് യോസയെ കുറിച്ച് പറയുന്നുണ്ട്. और कोई कोई ऐसे बोलते हैं यीशु का निक नेम यूहन्ना याकूब और जोना बोल के हमें बताते हैं। ചിലർ പറയുന്നുണ്ട് യാക്കോബ് യോഹന്ന ആമേൻ യേശുവിന്റെ ഏറ്റവും അടുത്ത ആമേൻ ശിഷ്യൻ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. यीशु का निक नेम यूहन्ना बोलते हैं, जेम्स बोलते हैं और जोना बोलते हैं। അതെ, യേശുവിന്റെ നിക് നെയിം എന്നുള്ളത് യോഹന്നാൻ യാക്കോബ് യോസയായിരുന്നു. जोना जो मछली का पेट का अंदर में जो था, ജോന. हाँ जोना जोना या। और यूहन्ना को हमें ऐसे देखते हैं ये सन ऑफ थंडर बोल के, सन ऑफ थंडर बोल के उनका नाम को भी बोला जाता है। അവന്റെ ആമേ പേരിന്റെ അർത്ഥം ആമേ സൺ ഓഫ് തണ്ടർ എന്ന് പറഞ്ഞാൽ ആമേ സൺ ഓഫ് തണ്ടർ थंडर തണ്ടർ वज्र का पुत्र। ഇടി മക്കൾ. ഓക്കെ, हाँ, उसको हिब्रू का वर्ड में बोलता है बो उ नूर जिच, ये हिब्री का वर्ड है, उसका नाम बो उ नूर जिच। ഓ നൂർ बो उ नूर जिच वो हिब्रू वर्ड है ये। उसका मतलब वो, उसका मीनिंग है ये सन ऑफ थंडर, ये वज्र का पुत्र बोला जाता है यूहन्ना को। ആമേൻ. ഈ ആമേ സഹോദരങ്ങളെ ഇടിമക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. और यूहन्ना को यीशु का प्रिय चेला बोल के भी बोला जाता है। യോഹന്നാന്റെ യേശുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. और ये यूहन्ना ये 5 किताब को लिखा है। യോഹന്നാൻ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. The Gospel of John, യോഹന്നാന്റെ സുവിശേഷം, 1st, 2nd और 3rd John, 1, 2, 3 യോഹന്നാന്റെ ലേഖനങ്ങൾ और रेवलेशन, ये 5 किताब यूहन्ना ने लिखने वाला है। വെളിപ്പാട് പുസ്തകം ചേർത്ത് 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയതാണ്. जब यूहन्ना ये यूहन्ना का सुसमाचार में यीशु का उनको 7 चमत्कार को लिखता है। യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, 7 അത്ഭുതങ്ങളെ കുറിച്ച്. ये यूहन्ना का किताब से मैं जुलाई में एक बार बताया था ये प्लेटफॉर्म में, यीशु का 7 जो मैं बोलता है मैं क्या है बोल के वो बोलता था, उनका 7 वचन में उस दिन में जुलाई में मैं बताता था ये प्लेटफॉर्म में.
ജൂലൈ മാസം ഞാൻ ഈ 7 വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ ഇട വന്നിട്ടുണ്ട്. वो जो बोलता था वो जो बोलता था मैं हूं द्राक्षारस, मैं हूं ये सब बोल के वो 7 चीजों ने ये जो यूहन्ना यीशु का बारे में ये लिखने वाला यूहन्ना है। യോഹന്നാൻ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള 7 വിഷയങ്ങൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് തുടങ്ങി 7 കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ഞാൻ സംസാരിക്കാൻ ഇട വന്നിട്ടുണ്ട്. मैं ये पहले आपको बताया था, इसलिए मैं उसको पूरा एक्सप्लेन करने के लिए नहीं चाहता हूँ। वो बोला था मैं जीवन की रोटी हूँ, मैं ज्योति हूँ, मैं द्वार हूँ, मैं अच्छा चरवाहा हूँ, मैं पुनरुत्थान और जीवन हूँ, मैं मार्ग हूँ और मैं सच्चाई हूँ। ये 7 चीजों ने यूहन्ना यीशु को आगे बढ़ाने के लिए, यीशु को चमत्कार का उनका नाम लेके वहां पर उनको लिखने के लिए वो कोशिश किया। യോഹന്നാൻ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ വഴിയാണ്, സത്യമാണ്, ഞാൻ ജീവനാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ജീവന്റെ ജലമാണ്, ഞാൻ ഭൂമിയുടെ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കർത്താവ് ആരാണെന്നുള്ളത് 7 കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. अभी हमें सीखने के लिए जाएंगे यूहन्ना यीशु कैसे चमत्कारी कार्य किया। यूहन्ना का गॉस्पेल ऑफ यूहन्ना में इसका बारे में हम लोग थोड़ा सीखने के लिए कोशिश करेंगे। യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത ചില അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് തുടർന്ന് പഠിക്കാം. मैं जैसे बताया मेरा 7 चमत्कारी कार्य मेरे जीवन में प्रभु ने किया, वैसे यीशु का नाम में 7 चीजों को हमें देखा। अभी यीशु का चमत्कारी कार्य ये यूहन्ना का किताब में हमें देखने के लिए जा रहा हो, वो भी ये 7 चीजों का। എന്റെ ജീവിതത്തിൽ നടന്ന 7 അത്ഭുതം പോലെ യേശു ക്രിസ്തു ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ 7 കാര്യങ്ങളെ പോലെ യേശുവിന്റെ ജീവിതത്തിലെ 7 അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ഇനി തുടർന്ന് പഠിക്കാൻ പോവുക. हमें देखते हैं यूहन्ना उसका दूसरा 1 से 11 वचन तक शादी का घर में पानी को यीशु ने वो द्राक्षारस करके वहां पर चमत्कारी कार्य किया, शुरू किया। യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ കാനാവിലെ കല്യാണത്തിന് അത്ഭുതം നടത്തിയതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. मेरे कहने का मतलब यह है मेरे मित्रों लोग, यहाँ पर जैसे दानियल हमको बताते हैं जो धर्मी बनाते हैं वो सर्वदा तारों के समान वो प्रकाशमान हो गए बोल के दानियल जो बताते हैं, ये चलो यूहन्ना का साथ ये कार्य वहां पर लागूकरण हुआ है। ഞാനിത് പറയുന്നതിന്റെ കാരണം ദാനിയേൽ പറയുന്നു, പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ എന്നും എന്നേക്കും നക്ഷത്രങ്ങളെ പോലെ പ്രകാശിതരായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ തന്റെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. हमें देखते हैं अगर कुछ हमें अगर फ्रिज भी खरीद करता है तो 5 स्टार आनो खरीद करो बोलता है। अगर किसी का घर में अगर एसी है तो 5 स्टार का, अगर कहाँ पुलिस स्टेशन जाएगा तो स्टार वाले को देखने से हम लोग अच्छा लगता है। നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യമായാലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാലും അതിൽ 5 സ്റ്റാർ നോക്കി നമ്മൾ മേടിക്കുന്നത് പോലെ, പോലീസ് സ്റ്റേഷനിൽ പോയാലും വലിയ സ്റ്റാർ ഉള്ളവരെ നമ്മൾ തേടി പോകുന്നത് പോലെയുള്ള ഒരു സാഹചര്യം. हमें कभी भी नहीं सुना 7 स्टार बोल के, 5 स्टार बोल के हमें सुनता था, ये वचन में भी ऐसा लिखा है। लेकिन प्रभु ने यूहन्ना का जीवन में ये 7 चमत्कार, 7 स्टार, 7 स्टार का बारे में यहाँ यूहन्ना यीशु का बारे में लिखता है, यहाँ पर हमें सीखेंगे। നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ളത് 5 സ്റ്റാർ എന്ന 5 നക്ഷത്രങ്ങൾ 5 സ്റ്റാർ എന്നാണ് കേട്ടിട്ടുള്ളത്, പക്ഷേ 7 സ്റ്റാർ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു യോഹന്നാന്റെ ജീവിതത്തിൽ ചെയ്ത 7 കാര്യം അത് 7 സ്റ്റാർ പോലെ, 7 സ്റ്റാർ പോലെ നിലനിൽക്കുന്നുണ്ട്. यूहन्ना का यहाँ लिखा जो गया है यूहन्ना का किताब में
परमेश्वर का पुत्र यीशु का ये 7 चमत्कारी कार्य यहाँ पर लिखा है। ആമേൻ. യോഹന്നാൻ ഇവിടെ യേശുവിന്റെ ജീവിതത്തിൽ നടന്ന 7 അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. जैसे पहले चमत्कार शादी का घर में पानी को परमेश्वर का यीशु वो चमत्कारी करके वो द्राक्षा रस बनाया। ഒന്നാമത്തെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഗലീലയിലെ കാനാവിലെ ഷാദിയിൽ വിവാഹത്തിൽ നടന്ന അത്ഭുതത്തെ നമുക്ക് കാണുവാൻ കഴിയും. जैसे आखिरी में अगर हमें ये पढ़ेगा 1 से लेकर 11 2 का 1 से लेकर 11 तक और हमारे पढ़ेंगे हम लोग को मालूम हो जाएगा आखिरी में ये सब कार्य किया बोल के। യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആമേൻ കാണുവാൻ കഴിയും ഈ വിവാഹ വീട്ടിൽ നടന്ന അത്ഭുതത്തെ കുറിച്ച്. सुनाई देता है? हाँ, एक Yes. कॉल आ गया, सॉरी पास्टर जी, सॉरी। ओके. ये पहले ये आश्चर्यकारी में चिन्ह चमत्कार कार्य में हमें देखते हैं आखिरी में ये शादी का भोजन का जब खत्म हुआ था उस पर यीशु को जो वहां पर निमंत्रण किया है उसको स्वागत किया है तब तक वहां पर चमत्कारी कार्य हुआ। ഇവിടെ നമുക്കറിയാം ഇവിടെ വീഞ്ഞ് തീർന്നു പോകാൻ ഇടയായി തീർന്നു. അവിടെ യേശുവിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശു അവിടെ വന്നതുകൊണ്ട് അവിടെ ആദ്യത്തെ അത്ഭുതം നടക്കുവാൻ ഇടയായി തീർന്നു. मैं जैसे बताया मेरा लड़की का शादी में भी मेरे पास थोड़ा सा पैसा था लेकिन आखिरी में हमें जैसे देखा एक पैसा भी मेरे को कर्जा करने के लिए नहीं पड़ा। ഞാൻ പറഞ്ഞു എന്റെ മകളുടെ വിവാഹ വിഷയത്തെ കുറിച്ച് പറഞ്ഞു. കുറഞ്ഞ കാശുമായി നിൽക്കുമ്പോൾ 5 പൈസ പോലും കടമില്ലാത്ത രീതിയിൽ ആ വിവാഹം ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിച്ചു. जब किसी का शादी में यीशु को स्वागत करेगा पहले हमें कार को बांटते हैं, इनविटेशन बांटते हैं अपना लोगों के लिए, लेकिन हमें ये सीखना जरूरत है आज यहाँ पर जो पहले हमें यीशु को स्वागत करना और दूसरा हमें हमारा पड़ोसी को देना है। വിവാഹ വിഷയങ്ങളിൽ കാർഡ് അടിച്ച് മറ്റുള്ളവരെ ക്ഷണിക്കാറുണ്ട്. എന്നാൽ ഏത് ഭവനത്തിലാണോ യേശുവിനെ ക്ഷണിക്കുന്നത് അവിടെ യേശു അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിലും ആദ്യം നാം യേശുവിനെയാണ് ക്ഷണിക്കേണ്ടത്. तब तक हमारा जीवन में ये यीशु का चमत्कारी कार्य हमें महसूस करने पाएंगे। ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. यीशु का दूसरी आश्चर्य कार्य में ये है यूहन्ना 4 का 44 से 54 तक हम लोग देखने पड़ता है। രണ്ടാമത്തെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 40 മുതലുള്ള വാക്യത്തിലാണ്. वहां पर ये अमीर आदमी के बेटे को प्रभु ने कैसे चंगा किया वहां पर ऐसा लिखा गया है। അവിടെ ഒരു വലിയ ധനവാനായിരുന്ന ഒരു വ്യക്തിയുടെ മകനെ ദൈവം എങ്ങനെ സൗഖ്യമാക്കിയെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ये अमीर लोगों ने उसको आके बोला प्रभु मेरा बेटे मरने से पहले तुम आओ और उनको चंगाई करो बोल के उसको रिक्वेस्ट करता था। താൻ കർത്താവിന്റെ അടുക്കൽ വന്ന് എന്റെ കുഞ്ഞ് രോഗിയായിരിക്കുന്ന എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ എന്ന് താൻ യേശുവിനോട് അപേക്ഷിച്ചു. यीशु ने उस टाइम में बोला तुम जाओ तेरा बेटा चंगाई हो गया है बोल के। യേശു പറഞ്ഞു നീ പോക നിന്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. जो टाइम में यीशु ने बोल दिया उस टाइम से उनका बेटा वहां पर वो चंगाई हुआ और वो लोग विश्वास का साथ जब लौट गया वो मालूम हो गया रास्ता में जो उनका बेटा उनको चंगाई होगा बोल के यहाँ पर हम लोग देखता है। അവൻ വിശ്വാസത്തോടുകൂടെ കടന്നു പോകുമ്പോൾ അവന് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ യേശു പറഞ്ഞ സമയത്ത് തന്നെ ആ സൗഖ്യം ലഭിച്ചതായിട്ട് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. हमारा लोगों ने जो मर जाते हैं हमको पूछना पड़ता है उनका क्या बीमारी हुआ था बोल के हमें ऐसे पूछते हैं, लेकिन यीशु जो बोलता है ये युवा को वो चला गया और उनका बेटा वो चंगाई हो गया, ये हमें यहाँ पर सीखता है। നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്ത് അസുഖം കൊണ്ടാണ് മരിച്ചതെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്നാൽ യേശു അവനോട് നീ പോകാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അവനത് സൗഖ്യം പ്രാപിക്കാൻ ഇടയായി തീർന്നു. हमें यीशु का साथ प्रार्थना तो जरूर करते हैं लेकिन पहले हमें हॉस्पिटल जाते हैं,
यीशु का वचन को हमें नहीं सुनते हैं, नहीं सीखते हैं, इसलिए हमारा जीवन में काफी बीमारी और काफी मुसीबत हमारा जीवन में देखना पड़ता है। നാം രോഗിയായിരിക്കുമ്പോൾ നാം പെട്ടെന്ന് ഹോസ്പിറ്റലാണ് കടന്നു പോകുന്നത്. എന്നാൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കാത്തത് കൊണ്ട് അത് മുഖാന്തരം പലവിധമാകുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകാനിടയിൽ വരുന്നു. यीशु का तीसरा चमत्कारी कार्य जो है वो बोट पर जो 38 साल तक पड़ा हुआ था, वो बीमारी को यीशु कैसा चमत्कारी कार्य किया। യേശുവിന്റെ മൂന്നാമത്തെ അത്ഭുതം 38 വർഷക്കാലം ആ രോഗിയായി കിടന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതാണ്. यूहन्ना 5 का उनका 1 से 14 तक वहां पर हमको पढ़ने से मालूम हो सकता है। യോഹന്നാൻ 5 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. वहां पर वो 38 साल तक वो परमेश्वर का साथ ये चंगाई होने के लिए ये ढूंढता था और वो चाहता था। आखिरी का टाइम में जब यीशु वहां पर गया, उनको पूछ रहा है, क्या तुम होने के लिए चाहता है, तू क्या चंगाई होने के लिए चाहता है? तो कोड़े से बोला, प्रभु मुझे वहां पर लेने के लिए कोई नहीं है। ഈ 38 വർഷം കൊണ്ട് അവൻ അവിടെ കിടക്കുമ്പോൾ അവന് സൗഖ്യമാകുവാനും യേശുവിനെ കാണുവാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു. എന്നാൽ യേശു അവന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിക്കാൻ ഇടയായി തീർന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി, എന്നെ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ആരുമില്ല എന്നവൻ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. मैं और आप ये स्टोरी पूरा जानते हैं, उसको समझने के लिए मैं ज्यादा नहीं जाऊंगा, हमारा टाइम आगे गया है, फिर भी मैं खत्म करना है। यहाँ पर यीशु का 4 नंबर चमत्कार हमें देखते हैं। यूहन्ना 6 में लिखा है 5000 लोगों को परमेश्वर कैसे खिलाया। 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിന്റെ 4-ാമത്തെ അത്ഭുതം നമുക്ക് അവിടെ കാണുവാൻ കഴിയും, 5000 പേരെ പോഷിപ്പിക്കുന്നത്. मेरे को जब शुगर बीमारी हो जाते हैं, हमें 5 रोटी एक साथ एक दिन में हमें एक इंसान खा देता है। എനിക്ക് രോഗം വരുമ്പോൾ ഞാൻ രാവിലെ 5 റൊട്ടി ഒരുമിച്ച് കഴിക്കും. यहाँ पर 2 मछली का बारे में लिखा है, 2 मछली 2 पीस मछली हमें एक ही खा देता है। ഇവിടെ 2 മീനിനെ കുറിച്ച് പറയുന്നു, അതുപോലെ 2 പീസ് മീനും ചേർത്ത് കഴിക്കും. लेकिन यीशु यहाँ पर चमत्कारी करता है, 5 रोटी और 2 मछली को लगभग सिर्फ बच्चों और औरत को छोड़कर पुरुष लोगों को 5000 लोगों को कैसे खिलाया, हमें वो जानता है। എന്നാൽ ഇവിടെ യേശു ചെയ്തത് അങ്ങനെയല്ല. ഇവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും പോയിട്ട് 5000 പുരുഷന്മാരെയാണ് യേശു അത് ഭക്ഷിപ്പിച്ചത്. 5 नंबर चमत्कार उसका यीशु किया है, जैसे पानी का ऊपर में चलता था मेरा यीशु। 5-ാമത്തെ കാര്യം, യേശു ക്രിസ്തു വെള്ളത്തിന്മേൽ നടന്ന് അത്ഭുതം കാണിക്കാനിടയായി. उनका यूहन्ना 6 का 16 से 21 तक उसको हमको पढ़ने से मालूम होगा। യോഹന്നാൻ 6 16 से लेकर 21। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. 6 नंबर उसका चमत्कार कार्य किया, जो जन्मा से अंधा था उनको प्रभु ने कैसे उनका जीवन में चमत्कार किया। 6-ാമത്തെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയും, അവൻ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത്. ये जन्मांधा ऐसा हुआ था, ये दुनिया को कभी भी नहीं देखा था। ഈ ജന്മനാ കുരുടനായ മനുഷ്യൻ അവൻ ഒരിക്കലും ഈ ലോകത്തെ കണ്ടിട്ടില്ല. और चेलो लोगों ने जाके यीशु को भी पूछता है, प्रभु ने उसका माँ और बाप पाप किया और ये बच्चा पाप किया तो ऐसे जन्म हुआ बोल के। ശിഷ്യന്മാരെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവന്റെ അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ജനിച്ചത്? और ये चेला यूहन्ना ने ये समझाने के लिए कोशिश कर रहा है। वहां पर ऐसा लिखा है, ये उनका पाप और उनका माँ बाप का पाप का ओर से नहीं, परंतु ये परमेश्वर का महिमा के लिए वो ऐसे होके पैदा हुआ बोला। യോഹന്നാൻ ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ
മഹത്വമോടെ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് സംഭവിച്ചതെന്ന് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തും. ये सब हमें जानते हैं मेरे मित्रों लोग। എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 7 चमत्कारी कार्यों जो यूहन्ना 11 में लिखा है। ഏഴാമത്തെ അത്ഭുതം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. एक परिवार वहां पर थे। അവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയും. ये ऑर्फन है, अनाथ है वो। ഈ കുടുംബം അനാഥമായ ഒരു കുടുംബമാണ്. मार्था, मेरी और लाजर। മാർത്തയും മറിയയും ലാസറും മാത്രമുള്ള കുടുംബം. और हमें जानते हैं अगर किसी का परिवार में ये बेटा नहीं है, लड़का नहीं है, तो उसका परिवार में कुछ नहीं है बोल के हमें जानता है। ഒരു കുടുംബത്തിൽ മക്കൾ ഇല്ല എങ്കിൽ ആ കുടുംബത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. अब्राहम भी ऐसे परमेश्वर का साथ था, लेकिन उनका घर में लड़का नहीं था, तो वो परमेश्वर को बोला तुम मुझे क्या दिया है बोल के ऐसे अब्राहम भी बताता है। അബ്രഹാമിന്റെ ജീവിതത്തിലും തനിക്ക് ഒരു പൈതലില്ലാതിരുന്ന സമയത്ത് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് എന്താണ് തന്നത്? എനിക്ക് മക്കളില്ലല്ലോ. मेरे परिवार में पहले लड़का हुआ था, उसका बाद 4 लड़की हो गया, तो जो पहले लड़का मेरा परमेश्वर ले लिया तो मैं पूरा एकदम नर्वस होकर मैं खो गया था। എനിക്ക് ആദ്യം ലഭിച്ചത് ഒരു ആൺപൈതലായിരുന്നു. ആ ആൺപൈതൽ ജനിച്ചതിന് ശേഷമാണ് മറ്റ് പെൺകുട്ടികൾ ജനിച്ചത്. എന്നാൽ 4 പെൺകുട്ടികൾ ജനിച്ചു. എന്നാൽ ഈ ആൺപൈതലിനെ ദൈവം വിളിച്ചു. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ വേദന അനുഭവിക്കുവാനിടയായി തീർന്നു. मेरा पत्नी और मैं बाहर में इधर इधर घूमने लगता, लाइक ये पागल का रूप से मैं ऐसे ऐसे हमें घूम रहा था। ഞാനും ഭാര്യയും ഒരു ഭ്രാന്തരെ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുവാനിടയായി തീർന്നു. यहाँ पर मार्था और लाजरस, ये मार्था और मैरी, उनका मार्था और मरियम ये क्या करता है, उनका भाई जो लाजर मर गया तो ये कैसा है उधर रोने लगा। ये थोड़ा बहुत हमको सबको जानकारी है। മാർത്തയും മറിയയും തന്റെ സഹോദരൻ മരണപ്പെട്ടതിനാൽ എന്തുമാത്രം വേദന അനുഭവിച്ചു, എന്തുമാത്രം കരഞ്ഞു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. और ये भी हमको सीखना चाहते हैं, जो परिवार यीशु को मानते थे, वो यीशु वो परिवार का लाजर को ज्यादा प्यार करता है बोल के वहां पर लिखा भी है। അവിടെ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ യേശു ആ കുടുംബത്തെ ഏറ്റവും അധികം സ്നേഹിച്ച കുടുംബമായിരുന്നു. और हमें यहाँ भी देखते हैं, यहाँ पर हमारे लिए यीशु रोता नहीं रोता ये दूसरी बात है, लेकिन यहाँ पर यूहन्ना लिखने के लिए कोशिश करता है। यूहन्ना चलो यूहन्ना वहां पर लिखता है, हमको बताता है यीशु लाजरों के लिए वहां पर रोआ बोल के हमें पढ़ते हैं। യേശു കരയുന്ന വ്യക്തി അല്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ അത് മനസ്സിലാക്കുവാൻ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, യേശു അവിടെ ലാസറിന് വേണ്ടി കരയുന്നത് കാണുവാൻ കഴിയും. मेरे प्यारे मित्रों, प्रभु का दास लोगों ने, मेरा बड़े शान प्रभु का लोगों ने आज प्रभु का ये वचन हमको सीखना बहुत जरूरी है। जो चलो यीशु का साथ सदा दिन बना रहते थे, उनका साथ रहते थे। ये चलो यूहन्ना अगर भी वो मछली वाला था, लेकिन परमेश्वर का अद्भुत कार्य को वो देखना मिला उनका जीवन में। നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നാം ഇത് മനസ്സിലാക്കിയിരിക്കണം. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അവനൊരു വെൺപിടുത്തക്കാരനായിരുന്നുവെങ്കിലും യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. टाइम बहुत ज्यादा गया है, हमें देखते हैं पहला, दूसरा और तीसरा जहन हमें जब पढ़ेगा वहां पर यीशु का प्रेम का बारे में हमें देखते हैं। സമയം ഒത്തിരി മുന്നോട്ട് കടന്നുപോയി എന്നറിയാം. യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്നേഹത്തെ കുറിച്ച് അധികമായി എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. और जब रेवलेशन प्रकाशन का वचन पुस्तक को हम लोग जो देखते हैं, ये यूहन्ना 7 कलीसिया को लेटर लिखने के लिए हमें देखते हैं। പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ 7 സഭകൾക്ക് വേണ്ടി ദൂത് എഴുതുന്നത് കാണുവാൻ കഴിയും. आप लोग वहां पर जाके पढ़े 1-2 किताब में जो पहले 3 कलीसिया है उनको कुछ आशीष देने के लिए पवित्र आत्मा बता रहा है बोल के यूहन्ना वहां पर लिखता है। ആദ്യത്തെ 3 സഭകളെ കുറിച്ച്, ആ സഭകളിൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. उसका 7 कलीसिया जो है
वो 3 कलीसिया को वो प्रभु ने आशीष करेगा बोल के पवित्र आत्मा बोता है बोल के हमें लिखता है वहां पर। ആ 7 സഭകളിൽ 3 സഭകളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. और पिछले जो 4 कलीसिया को सिर्फ सुनो सुनो बोल के वहां पर लिखा है। ബാക്കി 4 സഭകളോടും ഇത് കേൾക്കുക എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. यूहन्ना चलो ऐसा लोगों का जो दानियल उनका दर्शन का साथ दानियल भविष्य वक्ता का रूप से ये यूहन्ना का बारे में जैसा लिखता है, जो सुसमाचार लेते हैं, जो परित्राण का रास्ता पर लेते हैं, ये तारों का समान ये उज्जवल होता है बोल के आज यूहन्ना चलो आज परमेश्वर का साथ ऐसे उज्जवल और तारों का समान वो कार्य करता है। ദാനിയേലിന്റെ പുസ്തകത്തിൽ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ യോഹന്നാൻ യേശുവിനോട് കൂടെ നടന്ന് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നത് കാണുവാൻ കഴിയും. वहां पर 7 कलीसिया के बारे में आप लोग सब जानते हैं। मैं 3 कलीसिया के बारे में बोलता हूं। जो पहले कलीसिया जो है इफिसस, स्वर्णा और परगम, ये 3 कलीसिया को सुन के जो मन फेराएगा उनको परमेश्वर का आत्मा उनको आशीष देगा बोल के वहां पर क्लियरली लिखा है। വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആമേൻ അവസാനത്തെ 3 സഭകളെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ ആമേൻ 3 സഭകളോടും പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്നാണ് അവരോട് പറയുന്നത്. अब लोग घर में पढ़ेगा तो आपको मालूम हो जाएगा। मेरा टाइम बहुत ज्यादा हो गया, मैं माफी मांगने के लिए चाहता हूं, लेकिन मैं एक चीज और बताने के मैं समाप्त करने के लिए जाता हूं। अगर ये प्रकाशन में जो सुन के जो मन फेराने वाले को जब आशीष मिला है, हमें जो ये प्लेटफॉर्म में ये गॉड मिशन का प्लेटफॉर्म में हमें जो आते हैं, रोज हमें सुनते हैं, रोज हमें पढ़ते हैं, रोज हमें आराधना करते हैं, वहां पर अगर हमें जब सुन के हमें आगे बढ़ेगा तो प्रभु हमको जरूर आशीष देगा। നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ആമേൻ ദൈവവചനം പറയുന്നത് പോലെ നമ്മൾ കേൾക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും. जैसे यीशु ने मेरे जीवन में कार्य किया वैसे मैं विश्वास करता हूं अब सब लोगों का जीवन में भी ये प्लेटफॉर्म में जुड़े हुए सब लोगों को ये आशीष आप लोग को भी जरूर मिलेगा। യേശു എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. मुझे प्यार किया आप लोग सब ने, और सबसे बढ़कर पास्टर पीके थॉमसन को मैं धन्यवाद करते हैं और उनका प्यार के लिए मैं आभारी होता है। मुझे ये चुन के ये अवसर दिया, इसलिए मैं प्रभु का नाम को धन्यवाद करता हूँ। അപ്പൊ എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിദാസൻ തോംസൺ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. और मैं जब से मैं प्लेटफॉर्म को आता है मेरे आंडू पांडू हिंदी को अच्छा तरीका से समझकर बताने के लिए हमारा बीच में पास्टर जय मुझे मदद करता है, आशीष देता है, प्रोत्साहित करता है। इसलिए पास्टर जय को भी मैं धन्यवाद करके मैं आभारी हूँ बोल के मानता हूँ। ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന സമയം മുതൽ എന്റെ ഹിന്ദിയെ ശരിയല്ലാത്ത ഹിന്ദിയെ ആമേൻ ട്രാൻസ്ലേഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ജോയ് പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. जय मसीह, प्रेज द लॉर्ड सबको।